2024 മോഡൽ ഷിഫ്റ്റ് മോഡലാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല വണ്ടിയാണ്, പ്യുവർ വൈറ്റ് മോഡൽ വണ്ടിയാണ്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല അലോയ് വീലൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ലൈറ്റ് ഷാർപ്പ് ലൈറ്റ് ബാക്ക് ലൈറ്റാണ്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഷിഫ്റ്റിൻ്റെ വണ്ടിയാണ്. നല്ല ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡോറ് തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു കംഫേർട്ടാണ് കാണുന്നത്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് നല്ല പുതിയ വണ്ടി ആയതുകൊണ്ട് നല്ല കംഫർട്ടാണ്. അതുകൂടാതെ ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്, നല്ല ഇൻറ്റീരിയർ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷിഫ്റ്റിൻ്റെ സിമ്പിൾ, പവർ കൺട്രോൾസ് എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. സീറ്റ് കവറുകൾ നല്ല കുഷൻ സീറ്റുകളാണ്. ബാക്കിലാണെങ്കിൽ ബൂട്ട് സ്പേസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പ്രവേശിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം ഇൻഡിക്കേറ്റർ എല്ലാം ഉണ്ട്. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ അകത്ത് സിഗ്നലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡോറ് തുറന്ന് വെച്ചിരിക്കുന്നു, മൈലേജ് എത്ര ഇപ്പോൾ കറണ്ട് കിട്ടുന്നുണ്ട്, എല്ലാ ഡീറ്റെയിലും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നമുക്ക് ഇതിനകത്ത് ടച്ച് സ്ക്രീനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ടച്ച് സ്ക്രീൻ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്നത് FM ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് FM ആണ് ആദ്യമേ ഓപ്പണായി വരിക. നമ്മളിനി അതിനകത്ത് മൈലേജിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് മൈലേജ് കാണാൻ പറ്റും. ഇതിനകത്ത് എത്ര കിലോമീറ്റർ റേഞ്ച് ഉണ്ട്, FMൻ്റെ ഡീറ്റെയിൽ, ബാക്കി ഡീറ്റെയിൽ ഇതിനകത്ത് കാണാൻ പറ്റും. അതിൽ മൈലേജിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എത്രയാണ്, അത് എത്ര കിലോമീറ്ററാണ് നമുക്ക് പോയിരിക്കുന്ന മിനിമം സ്പീഡ് എത്രയാണെന്ന്, ആവറേജ് സ്പീഡ് എത്രത്തോളം ഓടിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അതിനകത്ത് നമ്മൾ ഇതിനകത്ത് പുറകെ പോയി കഴിഞ്ഞാൽ ഫ്യൂൽ കൺസപ്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഹിസ്റ്ററി വേസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം 4-5 നമുക്ക് ഹിസ്റ്ററി കാണാൻ പറ്റും. ഇതിനകത്ത് അതിൻ്റെ സെറ്റിങ്സ് എല്ലാം ഉണ്ട്. ഡോറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും.